إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين ارتدوا على أدبارهم من بعد ما تبين لهم الهدى الشيطان سول لهم وأملى لهم. പ്രിയങ്കരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ അഖിലം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോടെന്നതുപോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ 47-ാമത്തെ സൂറത്തുൽ മുഹമ്മദിലെ 25-ാമത്തെ ആയത്തിലൂടെ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തുകയാണ്. ഇന്നല്ലദീന, അവർ ഒരു കൂട്ടം ആളുകളാണ്, ഇർതദ്ദു അലാ അദ്ബാരിഹിം, അവർ പിന്നോക്കം പോയ ആളുകളാണ്, മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദ, അവർക്ക് ഹിദായത്ത് വ്യക്തമായി ലഭിച്ചതിന് ശേഷം. എന്നാൽ അശ്ശൈത്വാനു സവ്വല ലഹും വ അംലാ ലഹും, ശൈത്വാൻ അവർക്ക് അവരുടെ വ്യാമോഹങ്ങൾ നീട്ടിയിട്ട് കൊടുക്കുകയാണ്. പൈശാചികമായ ദുഷ്പ്രേരണയാൽ സ്വന്തം മനസ്സിനെ ബന്ധിതമാക്കിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മനുഷ്യന്റെ മനസ്സിന്റെ പ്രേരണകൾക്കനുസൃതമായി മാത്രമേ മനുഷ്യന് അവന്റെ നിത്യജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധ്യമാവുകയുള്ളൂ. ആ പ്രേരണകൾക്കനുസൃതമായിട്ടുണ്ടാകുന്ന ഓരോരോ പ്രവൃത്തികളെയും നല്ലത് എന്നോ മോശമെന്നോ നമുക്ക് വേർതിരിച്ച് വിലയിരുത്താൻ സാധിക്കും. അതിൽ നല്ലതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നാളെ പരലോകത്ത് അവന് അനുകൂലമായി സാക്ഷി പറയുകയും സ്വർഗപ്രവേശനത്തിന് അവനെ അർഹമാക്കുകയും ചെയ്യും. എന്നാൽ അവനിൽ ഉണ്ടാകുന്ന മോശമായ പ്രവർത്തനങ്ങൾ അവനെ നരകത്തിന് അർഹമാക്കുകയും ചെയ്യും. ഇതെല്ലാം പ്രേരണകളെ തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ് ഖുർആനിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 91-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ശംസ്. അതിൻ്റെ 7 മുതലുള്ള ആയത്തുകൾ നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അവിടെയും മനസ്സിൻ്റെ വ്യവഹാരങ്ങളെ കുറിച്ചാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വനഫ്സിൻ വമാ സവ്വാഹ. മനസ്സ്, അതുപോലെ തന്നെ അതിനെ രൂപപ്പെടുത്തിയ ഒന്നുകൊണ്ട് തന്നെ സത്യം ചെയ്ത് പറയുകയാണ് അള്ളാഹു. എന്താണ് അതിൻ്റെ അവസ്ഥ? ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. അതിൻ്റെ ധാർമ്മികവുമായ സംഗതികളെ സംബന്ധിച്ച് അള്ളാഹു ബോധനം നൽകിയിരിക്കുന്നു എന്നാണ്
8-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നത്. ശേഷം പറയുന്നു ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആരെങ്കിലും ആ ഒരു മനസ്സിനെ തസ്കിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങേയറ്റത്തെ വിജയിയായി മാറുന്നതാണ്. അത് ഈ ലോകത്തും നാളെ പരലോകത്തും. വഖദ് ഖാബ മൻ ദസ്സാഹ. ആരെങ്കിലും ആ ഒരു മനസ്സിൽ കളങ്കം നിറച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും അവനെ വലിയ നഷ്ടത്തിലേക്കും ദൗർഭാഗ്യത്തിലേക്കും നയിക്കുമെന്നാണ് അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതിനുശേഷം സമൂദ് ഗോത്രത്തെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നു. അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നൽകുന്നതിന് മുമ്പ് അവരുടെ മനഃശാസ്ത്രം അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തുകളിലൂടെ വ്യക്തമാക്കുകയാണ്. ഇപ്പം സമൂദ് ഗോത്രത്തെക്കുറിച്ച് നമ്മളോട് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, സമൂദ് ഗോത്രത്തിൽ ഉണ്ടായിരുന്ന ജനങ്ങളുടെ ചില മാനസികാവസ്ഥകൾ ഞാൻ പേറുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും എൻ്റെ മനസ്സിനെ ഞാൻ സ്ഫുടം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഖുർആൻ എന്നോട് ആയത്തുകളിലൂടെ സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ പ്രധാനമായും മനസ്സുകളെ കുറിച്ചുള്ള പഠനം നമ്മൾ നടത്തുമ്പോൾ മനുഷ്യന് പ്രേരണകൾ നൽകുന്ന ഒരു കേന്ദ്രമായിട്ടാണ് മനസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ബലദിൽ പറയുന്ന ഒരു ആയത്തുണ്ട്. അതുല്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഹദൈനാഹു നജ്ദൈൻ. രണ്ട് മാർഗങ്ങളിലേക്ക് അള്ളാഹു മനുഷ്യനെ വഴിതിരിച്ചു വിടുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള അവസരം അള്ളാഹു നൽകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിക്കുകയും അതിൻ്റെ സമ്പൂർണമായ നിയന്ത്രണം അള്ളാഹു ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ മനുഷ്യ മനസ്സുകൾക്ക് മാത്രം അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തു. അതാണ് വഹദൈനാഹു നജ്ദൈൻ. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, നന്മ വേണോ തിരഞ്ഞെടുക്കാം, തിന്മ വേണോ തിരഞ്ഞെടുക്കാം. ഇതിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യ മനസ്സുകൾക്കുണ്ട് എന്നുള്ളതാണ്. ആ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴാണ് മനുഷ്യർ പരീക്ഷണ ഘട്ടത്തിലേക്ക് മാറ്റപ്പെടുന്നത്. ഞാൻ എന്താണ്, ഞാൻ ആരാണ് എന്ന് ജീവിതത്തിലൂടെ അവൻ നിർണയിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ കേവലം അവകാശവാദങ്ങൾ കൊണ്ടോ അഭിപ്രായങ്ങൾ കൊണ്ടോ സ്വന്തത്തെക്കുറിച്ചുള്ള നല്ലത് പറച്ചിലുകൾ കൊണ്ടോ ഒരിക്കലും അത് സ്ഥാപിക്കുക സാധ്യമല്ല. കാരണം എന്നെക്കുറിച്ച് പറയേണ്ട ഞാനല്ലല്ലോ. എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന, എൻ്റെ മനസ്സിൽ നിന്നും ഉണ്ടാകുന്ന പ്രേരണകൾക്കനുസൃതമായ പ്രവർത്തനങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ആ പ്രേരണകൾക്കനുസൃതമായിട്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അനുഭവിക്കേണ്ടത് മറ്റുള്ളവരാണ്. അപ്പം എന്നെക്കുറിച്ച് ഞാൻ പറയാൻ പാടില്ല, എന്നെക്കുറിച്ച് മറ്റുള്ളവരാണ് വിലയിരുത്തേണ്ടത്. അപ്പം അവിടെയാണ് അള്ളാഹു പറയുന്നത് രണ്ട് മാർഗങ്ങളിലേക്കും പോകാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് അതിൻ്റെ തലത്തെക്കുറിച്ച് സൂറത്തുൽ ഇൻസാൻ, അള്ളാഹു ദഹർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന സൂറത്തിൽ പറയുന്നത് രണ്ട് അവസ്ഥകളാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കുഫൂറ. ഒന്നല്ലെങ്കിൽ അങ്ങേയറ്റം നന്ദിയുള്ളവനായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ അതിനെയൊക്കെ നിഷേധിച്ചിട്ട് ഒരു കുഫറിന്റെ വഴികളിലൂടെ അവന് സഞ്ചരിക്കാം. ഇതൊക്കെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത് മനുഷ്യ മനസ്സുകളും അതിൻ്റെ പ്രേരണകളെക്കുറിച്ചും നമ്മെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ്. ലോകത്ത് ഇന്നേ വരെയും ധാരാളം കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇന്നേ വരെ ലോകത്ത് ഒരു കൊലപാതകി ജനിച്ചതായിട്ട് ഒരു വാർത്തയും പുറത്തു വന്നിട്ടില്ല. നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇന്ന സ്ത്രീ ഒരു കൊലപാതകിയെ പ്രസവിച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അല്ലെങ്കിൽ ഇന്ന സ്ത്രീ ഒരു ഡ്രഗ്സിന് അടിമയായ, ലഹരിക്ക് അടിമയായ ഒരു കുഞ്ഞിനെ ഇതാ പ്രസവിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇന്ന സ്ത്രീ ഒരു മഹാകള്ളനെ പ്രസവിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. സ്ത്രീകളൊക്കെ പ്രസവിക്കുന്നത് ഓമനത്തമുള്ള കുഞ്ഞുങ്ങളെയാണ്. അതിൻ്റെ അവസ്ഥയെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിർദ്ദേശപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാമിൻ മൗലൂദുൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര എന്നാണ്. ഫിത്രയുടെ അവസ്ഥയിലാണ് ലോകത്ത് ഓരോരോ കുഞ്ഞുങ്ങളും ജനിക്കുന്നത്. ഫിത്ര എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായ അവസ്ഥ എന്നാണ് അതിൻ്റെ താല്പര്യം. പ്രകൃതിയെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു നോക്കുക. പ്രകൃതി നമുക്ക് നന്മകളല്ലാതെ തിന്മകൾ നൽകുന്നുണ്ടോ എന്നുള്ളതാണ്. മനുഷ്യന്റെ തെറ്റായിട്ടുള്ള സമീപനങ്ങൾ മൂലം പലപ്പോഴും പല നിലയ്ക്കുമുള്ള തിന്മകളുടെ രൂപത്തിൽ
പ്രകൃതി മനുഷ്യരോട് പെരുമാറുന്നത് ഒഴിച്ചു നിർത്തിയാൽ പ്രകൃതികൾ മനുഷ്യനെന്നും നന്മകൾ മാത്രമേ നൽകുന്നുള്ളൂ. സൂര്യപ്രകാശമായിരുന്നാലും വായു ആയിരുന്നാലും മറ്റുള്ള നമ്മളുടെ ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകലമായ അനുഗ്രഹങ്ങൾക്ക് പിന്നിലും ഭൂമിയുടെ കറക്കമടക്കം പ്രപഞ്ചത്തിന്റെ സന്തുലനാവസ്ഥയടക്കം എല്ലാ കാര്യങ്ങളും മനുഷ്യന് അനുഗുണമായ രൂപത്തിലാണ് പ്രകൃതിയും പ്രപഞ്ചവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം പ്രപഞ്ചത്തിലുള്ള ഏതെങ്കിലും ഒരു ഘടകം ഒരു അനുസരണക്കേട് കാണിച്ചാൽ അതോടുകൂടി നമ്മുടെ ജീവിതത്തെയാണ് അത് ചോദ്യം, അല്ലെങ്കിൽ നമ്മുടെ ഭാവിയാണ് ചോദ്യം ചെയ്യുന്നത്. ഭൂമി ഒന്ന് വിചാരിക്കുക, എൻ്റെ കറക്കത്തിന്റെ സ്പീഡ് ഒന്ന് കുറച്ചു കളയാം. സ്പീഡ് കുറച്ചു കളഞ്ഞാൽ അത് സൂര്യനിൽ നിന്നും അകന്നു മാറി ഇതൊരു ഐസ് ഗോളമായിട്ട് മാറും. അപ്പൊ മനുഷ്യന് നിലനിൽപ്പില്ല. ഇനി ഭൂമി ഒന്ന് വിചാരിക്കുന്നു ഒരല്പം ഒന്ന് സ്പീഡിൽ കറങ്ങാം. സ്പീഡിൽ കറങ്ങിയാൽ സ്പീഡ് കൂട്ടിയാലുള്ള അവസ്ഥ എന്താണ്? അത് സൂര്യനോട് എടുക്കുകയും അതൊരു തീഗോളമായി മാറുകയും ചെയ്യും. അപ്പൊ അതിന്റെ ആ സന്തുലനാവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖല്ലാഹുന്ന എന്നാണ് ആ ഒരു അവസ്ഥയെക്കുറിച്ച് സൂറത്തുൽ ഫുസ്സിലത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി നൽകി, ആ വിധിക്ക് അനുസൃതമായിട്ടാണ് സകല ചരാചരങ്ങളും സകല വസ്തുക്കളും പ്രപഞ്ചത്തിലും പ്രകൃതിയിലുമുള്ള ഓരോരോ വസ്തുക്കളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സുഖവുമായിട്ട് ജീവിക്കാൻ കഴിയുന്നത്. പക്ഷെ ഒരു അല്പമെങ്കിലും അനുസരണക്കേട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യ മനസ്സുകൾ മാത്രമാണ്. എന്നാൽ അത് എപ്പോഴാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ ജന്മത്തോടു കൂടി അല്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ഇന്നേ വരെ ഒരു കുഞ്ഞും ഒരു അതിക്രമപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാണിച്ചിട്ടില്ല. ഏത് കുഞ്ഞിനെ കണ്ടാലും ഒന്ന് വാരിയെടുത്ത് ചുംബിക്കാൻ നമ്മളുടെ മനസ്സ് നമ്മെ പ്രേരിപ്പിക്കുന്നത് അതിൻ്റെ മുഖത്തുള്ള നിഷ്കളങ്കതയും അതിൻ്റെ മുഖത്ത് കളിയാടുന്ന നന്മകളും ഓമനത്വവും ഒക്കെ കണ്ടിട്ടാണ്. അപ്പൊ ഇതാണ് കുഞ്ഞുങ്ങളുടെ അവസ്ഥ. പിന്നീട് എന്താ സംഭവിച്ചത്? അള്ളാഹു നല്ല ഫിത്തറയുടെ പ്രകൃതിപരമായ നന്മകൾ മാത്രം ചൊരിഞ്ഞു കൊടുക്കാൻ പര്യാപ്തമായ അവസ്ഥയിലാണ് ഓരോ കുഞ്ഞുങ്ങളെയും ഈ ഭൂമിയിൽ ജനിപ്പിക്കുന്നതെങ്കിൽ പിന്നീട് എന്താ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക്, അതാണ് റോനഫ്സിയും വമാസോവ, അവിടെ നമ്മൾ അതിന്റെ മനസ്സിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. എന്താ സംഭവിച്ചത്? പരപ്രേരണകളുടെ ഇടപെടലുകളാണ്. അവിടെ പ്രത്യേകിച്ചും ഫിത്രയെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅബവാഹു യുമജ്ജിസാനിഹി യുനസ്സിറാനിഹി യുഹവ്വിദാനിഹി എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ഫിത്രത്തിന്റെ അവസ്ഥയിൽ ആണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതെങ്കിലും അവരുടെ മാതാപിതാക്കളുടെ ഇടപെടലുകൾ അവരെ പലതുമാക്കി മാറ്റുന്നുണ്ട്. പല മതവിശ്വാസികളാക്കി മാറ്റുന്നുണ്ട്. പല കാഴ്ചപ്പാടുകളുടെയും ആളുകളാക്കി മാറ്റുന്നുണ്ട്. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതൊരു ആപ്തവാക്യമാണ്. ഈ ആപ്തവാക്യം പലപ്പോഴും ജീവിതത്തെ തന്നെ വ്യാഖ്യാനിക്കുകയാണ് പല വ്യക്തികളുടെയും. കാരണം എന്താണ്? അവരുടെ വീടിന്റെ അവസ്ഥ അങ്ങനെയാണ്. ആ കുഞ്ഞിന്റെ അസുലിയായ അവസ്ഥ ഇതാണ്. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അസുലിയായ അവസ്ഥ എന്ന് പറയുന്നത് നല്ലതാണെങ്കിൽ നല്ലതും മോശമാണെങ്കിൽ മോശവുമാണ്. അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ മാതാപിതാക്കളുടെ നല്ല ഇടപെടലുകളും മോശമായ ഇടപെടലുകളുമാണ്. അതിനുശേഷം ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഓരോ ജന്തുക്കളും ജനിക്കുന്നത് നല്ല അവസ്ഥയിലാണ്. പിന്നീട് പല നിലയ്ക്കും തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കാരണം ഈ കാലികളുടെ ചെവികളൊക്കെ കീറിയതായിട്ട് നിങ്ങൾ കാണുന്നില്ലേ? സഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഫിത്ര എന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അവരുടെ ചെവികളെയൊക്കെ പിന്നീട് മുറിച്ചതായിട്ടും കീറിയതായിട്ടും അടയാളം വെക്കപ്പെട്ടതൊക്കെ ആയിട്ട് കണ്ടിട്ടില്ലേ? അത് മനുഷ്യർ ചെയ്യുന്നതാണ്. പക്ഷേ പ്രകൃതിപരമായി ഈ മൃഗങ്ങളും ജന്തുക്കളും ഒക്കെ ജനിച്ചു വീഴുന്നത് ഇതൊന്നുമില്ലാത്ത, ന്യൂനതകളില്ലാത്ത നല്ല അവസ്ഥയിലാണ് ഉണ്ടാവുക. അപ്പൊ ഈ മൃഗങ്ങളിൽ എത്രത്തോളം നമ്മൾ മാറ്റം വരുത്തുന്നുണ്ടോ അത്രത്തോളം വികൃതമായിട്ട് ആ മൃഗങ്ങളുടെ ചെവികളും മറ്റുള്ള അവയവങ്ങളും മാറുന്നുവെങ്കിൽ അതുപോലെ തന്നെയാണ് ഓരോ കുഞ്ഞുങ്ങളുടെയും അവസ്ഥ. ആ കുഞ്ഞുങ്ങളുടെ ചുറ്റുപാടാണ് പലപ്പോഴും ആ കുഞ്ഞ് എന്തായി മാറണം എന്നുള്ള വിഷയത്തിൽ തീരുമാനമെടുക്കുന്നത്. ഇവിടെ ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നഫ്സിനെ കുറിച്ച് പറഞ്ഞിട്ട് ഈ രൂപത്തിലാണ്, ശുദ്ധ പ്രകൃതിയിലാണ്, ഫിത്രയുടെ അവസ്ഥയിലാണ് നാം സംവിധാനിച്ചിട്ടുള്ളത്. പിന്നീട് എന്താ സംഭവിച്ചെന്നറിയോ? ഫഅൽഹമഹ ഫുജൂറഹ വ തഖ്വ. രണ്ടവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ഒന്ന് ഫുജൂർ, ഒന്ന് തഖ്വ. റമദാൻ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. റമദാനിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അത് ഖുർആൻ കൂടുതലായി പഠിക്കേണ്ട ഒരു മാസമാണ്. ആ മാസത്തിൽ ഏത് അമലാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് നോമ്പാണ്. എന്തിനു വേണ്ടി നോമ്പ് എന്ന് ചോദിച്ചാൽ മനുഷ്യന് തഖ്വ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്.
അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലൂടെയാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കടന്നുപോയത്. അപ്പൊ അതേ തഖ്വയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വഹ. അപ്പൊ ശുദ്ധ പ്രകൃതിയിൽ നാം ജനിപ്പിച്ച ഓരോ കുഞ്ഞുങ്ങളും ഒന്നല്ലെങ്കിൽ അതിന്റെ ഫുജൂറഹ എന്നുള്ളൊരവസ്ഥയിലേക്കോ തഖ്വഹ എന്നുള്ളൊരവസ്ഥയിലേക്കോ മാറുകയാണ്. അവയുടെ ഫുജൂർ, അവയുടെ തഖ്വ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു മുമ്പ് ഉപയോഗിച്ച ഒരു പ്രയോഗമുണ്ട്, ഫഅൽഹമഹ. ഇൽഹാം എന്ന വാക്കുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണത്. ലഹിമ അല്ലെങ്കിൽ ലഹമ എന്നുള്ള വാക്കിനെ കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിഴുങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഓരോ മനസ്സുകളും വിഴുങ്ങുന്നുണ്ട് എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. എന്തിനെയാണ്? ഒരു പ്രോഗ്രാമിനെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ പ്രോഗ്രാം ചെയ്തു എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തു എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യ മനസ്സുകളിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന രണ്ടവസ്ഥകൾ, രണ്ട് തരം ആപ്ലിക്കേഷനാണ്, സോഫ്റ്റ്വെയറുകളാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ ഒരു IT ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിങ്ങനെയാണ് പറയേണ്ടത്. അതായത് ഓരോ മനസ്സുകളിലേക്കും ഓരോരോ വ്യത്യസ്ത രണ്ട് തരം ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുന്നു? ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പൊ അതിനുശേഷം പിന്നീട് ഏത് തരം ആപ്ലിക്കേഷനാണോ സോഫ്റ്റ്വെയർ ആണോ ഇൻസ്റ്റാൾ ചെയ്തത് അതിനനുസൃതമായിട്ടായിരിക്കും അത് പ്രവർത്തിക്കുക. അത് ഫുജൂറാണോ തഖ്വയാണോ അത് തീരുമാനിക്കേണ്ടത് ആരാണ്? ആദ്യമായി ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ മാതാപിതാക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, ഇത് അമാനത്തായിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് ഏൽപ്പിച്ചതുപോലെ തന്നെ തിരിച്ചു തരണമെന്ന് അമാനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നു. എനിക്ക് 3 കുഞ്ഞുങ്ങളെ അല്ലാഹു തന്നിട്ട് പറഞ്ഞത്, ഇത് അമാനത്താണ്, ഞാൻ ഏൽപ്പിച്ചതുപോലെ തന്നെ ഫിത്രയിൽ തന്നെ തിരിച്ചു തരണം. എന്താണ് ഫിത്ര എന്ന് പറഞ്ഞാൽ? തഖ്വയുടെ അവസ്ഥയാണ്. കുഞ്ഞുങ്ങൾക്കെല്ലാം ഉള്ളിലുള്ളത് തഖ്വയാണ്. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ ഇങ്ങനെ വളർന്ന് അവരുടെ ബാല്യദശയിലും ശൈശവ ദശയിലും ഒക്കെ അതിക്രമങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. കുട്ടികളുടേതായിട്ടുള്ള ചില വികൃതികളൊക്കെ ഉണ്ടാകുമെങ്കിലും ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇണങ്ങുകയും പെട്ടെന്ന് തന്നെ ഐക്യപ്പെടുകയും പെട്ടെന്ന് തന്നെ തിരുത്തുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയാണ്. പക്ഷെ ആ ഒരു അവസ്ഥ അനുകൂലമാണെങ്കിൽ പിന്നീട് ആ ഒരു സ്വഭാവം തുടർന്നുകൊണ്ടേയിരിക്കും. അത് പ്രതികൂലമാണെങ്കിലോ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പിന്നീട് ആ ഒരു കുഞ്ഞു മാറും എന്നാണ്. അപ്പൊ എന്താണ് ആ ഒരു മനസ്സിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഫുജൂർ എന്നുള്ള ഒരു അവസ്ഥയാണ്. അതായത് അതിന്റെ ദുഷ്ടത, അധാർമികത, അധാർമികമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ആ മനസ്സിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം അല്ലാഹു പറയുന്നു, വേണമെങ്കിൽ തഖ്വ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രവർത്തനമായിരിക്കും ഉണ്ടാകുക. തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താല്പര്യം പലപ്പോഴായി നമ്മൾ ചർച്ച ചെയ്തു പോയിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രേരണ മാത്രം ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്നാണ്. അപ്പൊ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അമലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാരണം പകലന്തിയോളം നോമ്പ് പിടിച്ചിങ്ങനെ അള്ളാഹുവിന് വേണ്ടി സ്വന്തം ജീവിതത്തെ എല്ലാം സമർപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു ഹലാലാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങളടക്കം അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എവിടെ എത്തി എന്നുള്ള കാര്യം ഓരോ ആളുകളും ചിന്തിച്ചു നോക്കുക. നമ്മൾ എത്രത്തോളം ഉയർന്നിട്ടുണ്ട്, നമ്മുടെ പദവി എത്രത്തോളം ഉയർന്നിട്ടുണ്ട്, നമ്മൾ ആരാണ്, അതിനെപ്പറ്റി ബോധ്യം നമുക്ക് വേണം. പലപ്പോഴും പൈശാചികമായിട്ടുള്ള പ്രേരണകൾ നമ്മളിൽ ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സുകൾ നിരാശ ബാധിക്കുമ്പോഴാണ്. പലപ്പോഴും തെറ്റായ രൂപത്തിൽ ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ വ്യാഖ്യാനിക്കാറുണ്ട്. ഒരുപാട് നന്മകളൊക്കെ ചെയ്തിട്ട് പള്ളിയിലേക്ക് കടന്നു വരുന്ന ആളുകൾ, ഇപ്പൊ പ്രത്യേകിച്ചും നമ്മുടെ എല്ലാ മേഖലകളിലും ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് അതൊരു നാടിന്റെ നാഡികളായിട്ട് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. കാരണം എന്താണെന്നറിയോ, 2 വിഭാഗം ആളുകൾ പിന്നിലുണ്ടെങ്കിൽ ഒരു ഇമാമിനെ ഖുർആൻ ബോധ്യപ്പെടുത്തുകയാണ്, അള്ളാഹ് ബോധ്യപ്പെടുത്തുകയാണ്. 2 വിഭാഗം ആളുകൾ പിന്നിലുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണം, നമസ്കാരം നീട്ടാൻ പാടില്ല, ചുരുക്കണം എന്ന് പറഞ്ഞു. ഇത് സൂറത്തുൽ മുസമ്മിലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മുദ്ദസ്സിറിലാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയുന്നത്. അള്ളാഹ് പറയാണ്, നിങ്ങളുടെ പിന്നിൽ രണ്ടാലൊരു വിഭാഗം ആളുകളുണ്ടോ? ഏതാണ് ഒന്നാമത്തെ വിഭാഗം? അത് പട്ടാളക്കാരാണ്. കാരണം പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമയത്തിന് വിലയുള്ളവരാണ്. നടന്നുകൊണ്ട് നിസ്കരിക്കാൻ പോലും അനുവാദമുള്ളവരാണ്.
അത്രമാത്രം യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിൽ കഴിയുന്നവരാണ്. ഒരു നാടിന്റെ സംരക്ഷകരവരാണ്. അവരൊരു നാടിനെ സംരക്ഷിക്കുമ്പോഴാണ് ആ നാടിനുള്ളിലുള്ള ആളുകൾക്ക് നിർഭയമായിട്ട് അവരുടെ സ്വൈരവിഹാരം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. വലിയ ഉത്തരവാദിത്വം ഒരു പട്ടാളക്കാരൻ നിർവഹിക്കുന്നു. അപ്പൊ ഈ പട്ടാളക്കാരെങ്കിലും പുറകിലുണ്ടെങ്കിൽ നമസ്കാരം ചുരുക്കിക്കോണം. ഇമാമിനോട് അല്ലാഹു കൊടുക്കുന്ന നിർദ്ദേശമാണ്. അവിടെ വലിയ സൂറത്തുകളൊക്കെ നീട്ടിപ്പിടിച്ച് വലിയ ഖിറാഅത്ത് നടത്താൻ പാടില്ല എന്നാണ്. വളരെ പെട്ടെന്ന് തന്നെ ചുരുക്കി അവരെ പറഞ്ഞേക്കണം. കാരണം അവർ വളരെ അത്യാവശ്യം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കുന്നവരാണ്. രണ്ടാമത്തേത് കച്ചവടക്കാരായിട്ടുള്ള ആളുകളാണ്. കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ പിന്നിലുണ്ടെങ്കിൽ അവിടെയും വലിയ സൂറത്തൊക്കെ ഓതി ഒരുപാട് നീട്ടിപ്പരത്തിയൊന്നും നമസ്കരിക്കേണ്ടതില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു നാടിനെ നയിക്കുന്നതും ഒരു നാടിന്റെ എല്ലാ സംവിധാനങ്ങളെയും പലപ്പോഴും നിയന്ത്രിക്കുന്നതും കച്ചവടക്കാരാണ്. ഓരോ നാടുകളെടുത്ത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഈ നാടുകളിലൊക്കെ ധാരാളം സ്ഥാപനങ്ങളുണ്ടാവും. അത് വിദ്യാഭ്യാസ സ്ഥാപനമായിക്കോട്ടെ, ദീനീ സ്ഥാപനങ്ങളായിക്കോട്ടെ. ഒരു പഠനത്തിന് വേണ്ടി പറയുകയാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്താറുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഇപ്പൊ മതമേഖലയിൽ പോലും അതിനു വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ്. എന്നാൽ ഒരു നാട്ടിൽ നന്മകൾ ഉണ്ടാക്കുന്നത് ഏത് വിഭാഗം ആളുകളാണ്? 100% നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കച്ചവടക്കാരായിട്ടുള്ള ആളുകളാണ്. കച്ചവടക്കാരായിട്ടുള്ള ഒരു നല്ല കാഴ്ചപ്പാടുള്ള ജനങ്ങളുണ്ടെങ്കിൽ അവിടെ നല്ല ദീനീ സ്ഥാപനങ്ങൾ ഉയർന്നു വരും. അവിടെ മറ്റുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വരും. പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് ഇത് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ 100% സാധ്യമല്ല. അത് കച്ചവടക്കാരുടെ പൈസ തന്നെ വേണം ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട്. ഇപ്പൊ ഈരാറ്റുപേട്ട തന്നെ ഉദാഹരണം, സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈ സ്ഥാപനം തന്നെ ഉദാഹരണം. കച്ചവടക്കാരായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് സ്ഥാപനങ്ങളൊക്കെ രൂപപ്പെടുന്നത്. ഇപ്പൊ നമ്മുടെ സമീപ പ്രദേശത്തുള്ള ഫൗസിയ അറബി കോളേജ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ പരിസര പ്രദേശത്തുള്ള ഓരോരോ സ്ഥാപനങ്ങൾ, ഇപ്പൊ ഹാമീം ആയിക്കോട്ടെ, അല്ലെങ്കിൽ യാസീൻ ആയിക്കോട്ടെ, ഏത് സ്ഥാപനമായിരുന്നാലും, കരുണ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ തണലായിക്കോട്ടെ, എത്രമാത്രം വലിയ സേവനങ്ങളാണ് ഈ സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാടിന് നൽകിക്കൊണ്ടിരിക്കുന്നത് അറിയോ? ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ സലഫി ആദർശത്തോടൊക്കെ വല്ലാത്ത എതിർപ്പുള്ള ഒരു മനുഷ്യന് വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു. ശരീരമൊക്കെ തളർന്നുപോയി. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് തണൽ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് രംഗത്ത് വന്നു. ഇപ്പൊ അവിടെ അദ്ദേഹം ഇപ്പൊ ആദർശമൊന്നും ചിന്തിക്കുന്നില്ല. പരമാവധി ആ ഒരു സൗകര്യം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ നാടുകളിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഈ തണലും കരുണയും നടത്തുന്ന വലിയ സേവനങ്ങൾ പരമാവധി നമുക്ക് സഹകരിക്കാൻ കഴിയുമെങ്കിൽ സാമ്പത്തികമായിട്ട് പരമാവധി സഹകരിക്കുക, എന്നെ ശാരീരികമായിട്ട് സഹകരിക്കാൻ കഴിയുമോ അതനുസരിച്ച് നമ്മൾ ചെയ്തോളൂ. വളരെ നല്ല കാര്യമാണ്. അപ്പൊ സൂചിപ്പിച്ചു വന്നത്, ഈ കച്ചവടക്കാരായിട്ടുള്ള ആളുകളാണ് ഈ സ്ഥാപനങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള കച്ചവടക്കാരായ ആളുകൾ ഈ അവരുടെ ധനം കൊണ്ട് ഇത്രമാത്രം നന്മകളും ചെയ്തു, ശാരീരികമായിട്ടും ചെയ്തു, സാമ്പത്തികമായിട്ടും ചെയ്തു. എല്ലാം കഴിഞ്ഞ് അവരെന്ത് ചെയ്യും? ഒരല്പം ആശ്വാസത്തിന് വേണ്ടി പള്ളിയിൽ വരുമ്പോൾ തുടങ്ങും പേടിപ്പിക്കല്. നരകമാണ്, അല്ലെങ്കിൽ മഹിഷറയാണ്, അല്ലെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭീകരമായ ഒരു സങ്കല്പങ്ങൾ. ഈ പാവങ്ങളോട് ഇതാണോ പറഞ്ഞു കേൾപ്പിക്കേണ്ടത്? ശരിക്കും പ്രിയമുള്ളവരെ, നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നല്ല വഴിക്ക് ചെലവഴിച്ചു. അൽഹംദുലില്ലാഹ്, നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഉയർന്നു വന്നു. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കണക്കിൽ നിങ്ങൾ ചിലവഴിച്ച 1 രൂപ 700 രൂപ കണക്കാണ്. ഇപ്പൊ സൗദിയിൽ നിന്നൊക്കെ, സൗദിയിലേക്ക് ആളുകൾ ജോലിക്ക് പോകും, അമേരിക്കയിലേക്കൊക്കെ ആളുകൾ ജോലിക്കും. എന്തിനാണെന്നറിയോ? അവിടുത്തെ പൈസയ്ക്ക് ഇന്ത്യൻ മണിയെ സംബന്ധിച്ച് മൂല്യം കൂടുതലാണ്. അവിടുന്ന് 1 രൂപ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പൈസ കിട്ടും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ 1 രൂപ ചെലവഴിച്ചാൽ പരലോകത്ത് ഭയങ്കര മൂല്യമാണ്. കാരണം അവിടെ 700 രൂപ കിട്ടുക, 700ഓളം എന്നാ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ഈ കച്ചവടക്കാരായ ആളുകളോടൊക്കെ ഒരുപാട് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നദീറായിട്ട് മാത്രമല്ലല്ലോ പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ എങ്ങനെ പരിചയം? ബഷീറൻ വ നദീറ എന്ന് പറഞ്ഞത്. അപ്പൊ ബഷീറായിട്ട് അയച്ചിട്ടുണ്ടല്ലോ, ഒരല്പം സന്തോഷമൊക്കെ ഒന്ന് പറഞ്ഞുകൂടെ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭീകരവാദത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടല്ല സഹാബത്തിനെ സൃഷ്ടിച്ചത്. അവർക്ക് നല്ല പ്രേരണകൾ കൊടുത്തു. അവരുടെ അമൽ സ്വാലിഹാത്തിന് അർഹമായ പ്രതിഫലം എത്രത്തോളം കിട്ടും എന്നുള്ളതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി പറഞ്ഞു എന്നുള്ളതാണ് ഹദീസുകൾ വ്യക്തമാക്കുന്നത്. ഓരോ അമലുകളുടെ ഫളായിലുകളെ കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, പടച്ചവനെ ഇത് മാത്രം ചെയ്താൽ മതി സ്വർഗ്ഗത്തിൽ പോകാൻ. അത്രമാത്രം അതിലുള്ള നന്മകളും സന്തോഷ വാർത്തയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു എന്നുള്ളതാണ് ഫളായിലെ അമാലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു നമസ്കാരത്തിന്റെ പ്രതിഫലത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നിടം നമ്മളൊക്കെ ഞെട്ടിപ്പോകും. സുബ്ഹാനല്ലാഹ്, ഇത്രമാത്രം പ്രതിഫലമുള്ള ഒരു കാര്യമായിരുന്നു ഇതെന്ന്.
അപ്പൊ ആ നിലയ്ക്ക് എന്ത് ചെയ്യുക പരമാവധി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്മകളിൽ കൂടുതൽ വ്യാപൃതനാകാനും നന്മകളുടെ മേഖലകളിലേക്ക് ആളുകൾക്ക് കൂടുതൽ പ്രചോദനം കിട്ടണമെങ്കിൽ കുറച്ച് സന്തോഷ വാർത്ത എന്നറിയും, കുറച്ചൊന്നും അല്ല, നന്നായിട്ട് അത് അറിയിക്കേണ്ടി വരും. ഇപ്പൊ എന്ന് പറഞ്ഞതുപോലെ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നന്മകളുണ്ട്. അപ്പൊ നമുക്കൊക്കെ കുറെ തഖ്വയൊക്കെ ഉണ്ട്. അല്ല, നമ്മൾ വലിയ മോശക്കാരൊന്നും അല്ല. മോശക്കാരായിരുന്നുവെങ്കിൽ നമ്മൾ ഈ പള്ളിയിൽ ഇങ്ങനെ സമ്മേളിക്കുമായിരുന്നില്ല, നമ്മൾ ആരും നോമ്പ് പിടിക്കുമായിരുന്നില്ല. അപ്പൊ നമുക്കറിയാം ഈരാട്ടുപേട്ടയിൽ നിന്നും പരിസര പ്രദേശങ്ങളിലേക്ക് എത്രയോ ആളുകളാണെന്നറിയാം ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പോകുന്നത്. അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് അൽഹംദുലില്ലാഹ് ഇതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നിസ്സാരമായൊരു വിഷയമാണ്. അങ്ങനെ അല്ലല്ലോ നമ്മൾ അതിനെ കാണേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു നോമ്പുകാരന് കൊടുത്തിട്ടുള്ള ഓഫറുകളെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു നോക്കും. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ആരും മോശക്കാരനല്ല. ഇബ്ലീസിന്റെ പരിപാടി എന്താണ്? പരമാവധി നമ്മളെയൊക്കെ മോശക്കാരായിട്ടൊന്ന് അവതരിപ്പിച്ച് നമ്മുടെ മനസ്സിലുള്ള എല്ലാ പ്രതീക്ഷകളെ നശിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ, നിരാശ ബാധിച്ച ഒരു മനസ്സിൽ മാത്രമേ തിന്മകൾ കുത്തി നിറയ്ക്കാൻ സാധിക്കൂ. ഇപ്പൊ പൊതുവിൽ തിന്മകളുടെ മേഖലയെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തിന്മകളുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണ്? നന്മകളുള്ളവരാണ്? ഒരിക്കലും അല്ല, തിന്മകളുള്ളവരാണ്. തിന്മകൾ കൂടുതലുള്ള ആളുകൾ, നിരാശ ബാധിച്ച മനസ്സുകളാണ് കൂടുതൽ തിന്മകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊക്കെ ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ലഹരിയെ കുറിച്ചോ അതുപോലെ നോമ്പ് മുറിക്കുന്നതിനെ കുറിച്ചോ ഉച്ചയ്ക്ക് ചോറുന്നതിനെ കുറിച്ചോ പറഞ്ഞ് എത്രമാത്രം കടുത്ത രൂപത്തിലായിരിക്കും നിങ്ങൾ അവരോട് പ്രതികരിക്കുക. നിങ്ങൾക്ക് എന്തുമാത്രം ദേഷ്യം വരും അതിനോട്, അല്ലേ? കാരണം ആ ദേഷ്യത്തിന്റെ അളവ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അൽഹംദുലില്ലാഹ് നമ്മുടെ ഉള്ളിൽ തഖ്വയുടെ അളവുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അതിനോടൊക്കെ അങ്ങേയറ്റം വിരക്തി പ്രകടിപ്പിക്കാനും അല്ലെങ്കിൽ ആ വിരക്തി കാണിക്കാനും മാത്രം എത്രമാത്രം നമ്മുടെ ഉള്ളിൽ മാനസികമായ ഊർജ്ജം ഉണ്ടോ അത്രത്തോളം അൽഹംദുലില്ലാഹ് നമ്മുടെ ഉള്ളിൽ തഖ്വയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓരോ നന്മകളും ചെയ്യാനുള്ള നമ്മളുടെ ആവേശം എത്രമാത്രം നമ്മളിൽ കൂടുതലുണ്ടോ അത്രത്തോളം അൽഹംദുലില്ലാഹ് നമ്മുടെ ഉള്ളിൽ തഖ്വയുണ്ടോ നമ്മൾ തിരിച്ചറിയുക. കാരണം എന്താണെന്നറിയോ, ഈ തഖ്വ ഇല്ല എന്നുള്ള തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തഖ്വയോട് അടുക്കാൻ എന്ത് ചെയ്യും? നമുക്ക് കുറച്ച് പ്രയാസം വരും. ഫുജൂറിലേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്ത് ചെയ്യും? ഇബ്ലീസ് ഇങ്ങനെ പതുക്കെ അടുപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് പാടില്ല. അത് ഏതൊരു അമലിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, പ്രത്യേകിച്ച് റമദാനുമായി ബന്ധപ്പെട്ട ഒന്നാമതായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ പ്രതിഫലത്തെ പറയുന്നതിന് മുമ്പ് ഇഹ്തിസാബൻ എന്ന് പറയും. പ്രതിഫലേച്ഛയുള്ളവർക്ക് എന്നാ പറയാം. പ്രതിഫലേച്ഛ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തതുകൊണ്ട് എനിക്ക് കുറെ നന്മകളൊക്കെ ഉണ്ട് എന്ന് സ്വന്തത്തെ കുറിച്ച് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ ആ നിലയ്ക്കായിരിക്കണം തഖ്വയോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്. അൽഹംദുലില്ലാഹ് കുറെയൊക്കെ തഖ്വയുണ്ട്. തഖ്വയുള്ള അവസ്ഥയിൽ വീണ്ടും തഖ്വ എൻ്റെ ഉള്ളിൽ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ നടത്തണം. അറിയാതെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഞാൻ അകലണം. അതിനെന്ത് ചെയ്താൽ മതി? എൻ്റെ റബ്ബിനോട് ഞാൻ ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ മതി, അവൻ അത് തരും. വ്യക്തിപരമായ ഇടപെടലുകളല്ലാത്ത എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? മാപ്പ് തരും. നമ്മൾ സൂക്ഷിക്കേണ്ട വിഷയം വ്യക്തിപരമായ വിഷയങ്ങളാണ്. സാമ്പത്തിക ഇടപാടുകൾ അങ്ങേറ്റം സൂക്ഷിക്കേണ്ട വിഷയമാണ്. നമ്മളുടെ സാമ്പത്തിക ഇടപാടുകളുമായി മരണപ്പെട്ട ഒരു വ്യക്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണ വാർത്ത അറിയിച്ചു കഴിഞ്ഞാൽ ജനാസ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാറുണ്ട്. അത് അന്നത്തെ ഒരു പതിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നേതൃത്വം കൊടുക്കുക. പക്ഷെ നേതൃത്വം കൊടുക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി നിൽക്കണം എന്നുണ്ടെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് മാറിപ്പോന്ന് പറയാൻ പാടില്ല. അത്രത്തോളം സൂക്ഷ്മതയോടെ നിർവഹിക്കേണ്ട ഒരു സംഗതിയാണ്. സാധാരണ ഒരു മനുഷ്യൻ കയറി നിൽക്കുന്ന പോലെയല്ല, എന്നും വഹീന്റെ ഇടപെടൽ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. അപ്പൊ അതുണ്ടാകാൻ പാടില്ല. ഖുർആനിൽ ഒരു ആയത്ത് വരാൻ പാടില്ല. എന്താണ് റസൂലെ അങ്ങ് ശ്രദ്ധിക്കാതെ കയറി നിന്നും പറഞ്ഞ ആയത്തിറങ്ങാൻ പാടില്ല. അപ്പൊ റസൂൽ ദേശം പരമാവധി ശ്രദ്ധിക്കും. ഈ ശ്രദ്ധിച്ചിട്ടും കൂടിയാണ് സൂറത്തുൽ അബസയൊക്കെ ഇറങ്ങുന്നൂടി നമ്മളൊന്ന് വിചാരിക്കുക. ഇതൊക്കെ മനുഷ്യന്റെ അവസ്ഥകളാണ്. ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മളെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ പറഞ്ഞു വന്ന വിഷയം, കയറി വന്ന് നിന്ന് അന്വേഷിച്ചപ്പോൾ സാമ്പത്തിക ഇടപാടുണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചാൽ മതി, ഞാൻ നമസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളൊന്ന് ചിന്തിക്കേണ്ട വിഷയം ഇതാണ്. ഞാൻ മരണപ്പെട്ടു എന്ന് വിചാരിക്കാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉണ്ടെന്നും വിചാരിക്കാം. ഇന്ന് ഇപ്പം ഞാൻ മരിച്ചു വീണാൽ എൻ്റെ ജനാസ ഇവിടെ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മയ്യത്തിന് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയില്ല. ഓരോ ആളുകളും ചിന്തിച്ചു നോക്കി സഹോദരങ്ങളെ, ഓരോ ആളുകളും ചിന്തിച്ചു നോക്കി. അത്രമാത്രം ഗൗരവമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നിട്ട് ചോദിച്ചിട്ട്, പടച്ചോൻ നമ്മളെല്ലാം കാക്കുമാറാകട്ടെ, എൻ്റെ മയ്യത്തിന് ഇമാമത്ത് നിൽക്കാതെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോകുന്നതാണ്. ആ ഒരു അവസ്ഥയാണ് എൻ്റെ ഇന്നത്തെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ എങ്കിൽ അങ്ങേയറ്റ അപകടകരമാണ്.
അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ മയ്യത്ത് വെച്ചിട്ട് ആളുകളൊക്കെ പറയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കടമിടപാടുകൾ ഉണ്ടെങ്കിൽ അത് കുടുംബത്തെ സമീപിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പറയുന്ന ആളുകൾ തന്നെ പറയും ഇങ്ങ് വന്നാൽ മതി എന്നുള്ള ഒരു ആശയത്തിൽ തന്നെ പലരും പറയും. പക്ഷേ ഇതൊക്കെ ഒരു ചടങ്ങിന് വേണ്ടി ഇപ്പോൾ എടുത്ത് അങ്ങനെ സംഭവിച്ചാണ്. ഈരാറ്റുപേട്ടയിൽ കുറേ സാമ്പത്തികമായിട്ട് ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതും ചോദിച്ചുകൊണ്ട് എന്താ മക്കളെന്താ പറഞ്ഞത്, നിങ്ങൾ വാപ്പായിട്ടുള്ളേ ഇടപാട്, ഞങ്ങളുമായിട്ടൊന്നും അല്ലല്ലോ, എന്നാ വിട്ടോളാനാ പറഞ്ഞു. അവ പറഞ്ഞു നിങ്ങൾ അങ്ങനെ അതൊരു ചടങ്ങല്ലേ സുഹൃത്ത്, ഇതൊക്കെ കേട്ടോണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. നമ്മളൊന്ന് ആലോചിച്ചു എന്താ അവസ്ഥ. അതുകൊണ്ട് എൻ്റെ വിഷയത്തിൽ ഞാൻ സൂക്ഷിക്കേണ്ടതുണ്ട്. അതെല്ലാം ബാക്കിയുള്ളവർ കൊടുത്ത് വീട്ടിക്കോളുമെന്നുള്ള തെറ്റായിട്ടുള്ള ധാരണ നമ്മൾ പാടേ ഉപേക്ഷിച്ചേക്കുക. അപ്പോൾ വ്യക്തിപരമായിട്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തുക, ആക്ഷേപിക്കുക, മാനസികമായിട്ട് തളർത്തുക, ഇങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള ഇടപാടുകളിലൊക്കെ നമ്മൾ വളരെയധികം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മളിൽ തഖ്വ കൂട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റും തന്നെ ഉണ്ടാകും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്ത് ആ തെറ്റുകൾ മാപ്പാക്കപ്പെടുന്ന സാഹചര്യം ഏറ്റവും അനുകൂലമാക്കി നമുക്ക് മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. ആ നിലയ്ക്കുള്ള നല്ല നോമ്പുകാരായി മാറാനുള്ള നല്ല തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷമുള്ള ആയത്തിലൂടെ പറയുകയാണ്, അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഇത്രയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തി, അതായത് ഉള്ളിൽ തഖ്വ വേണോ ഫുജൂർ വേണോ എന്നുള്ള വിഷയത്തിൽ തീരുമാനം എടുക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും പടച്ചോൻ കൊടുത്തു. അതുകൊണ്ടാണ് കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അവർ ചോദ്യം ചെയ്യപ്പെടുന്നവരല്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം അവർ ഫിത്രയുടെ അവസ്ഥയിലാണ്. അതിനിപ്പോൾ 15 വയസ്സാണെന്ന് എവിടെയും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ബുലൂഗ് ആകുക എന്നുള്ളതാണ് അതിൻ്റെ, അത് പ്രായപൂർത്തിയാകുക. അതിന് പ്രായമൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ 15 എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ WHO എന്താ പറയുന്നത്, 10 വയസ്സ് മുതൽ ആൺകുട്ടികൾക്ക് സാധ്യതയുണ്ട് ഇന്നത്തെ ഭക്ഷണ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്നത്. അപ്പൊ പ്രായത്തിനൊരു പ്രാധാന്യം ഇല്ല എന്നുള്ള കാര്യം കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ ബുലൂഗ് ആകുക, പ്രായപൂർത്തിയാകുക, ആ നിമിഷം മുതൽ ആ കുട്ടി ചോദ്യം ചെയ്യപ്പെടും. കാരണം സ്വയം തീരുമാനമെടുക്കാനുള്ള പ്രാപ്തി, പക്വത ആ കുട്ടിക്ക് എത്തി എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത്. അതോടുകൂടിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. കാരണം അവന്റെ മാനസികാവസ്ഥയെ ഫുജൂറിൽ പെടാതെ തഖ്വയിൽ തന്നെ അധിഷ്ഠിതമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റാനുള്ള ശ്രമം ആ കുട്ടി ഇനി നടത്തിക്കോളും. ഇനി ആർക്കും യാതൊരു ഉത്തരവാദിത്വമില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആരെങ്കിലും ആ ഒരു മനസ്സിനെ തസ്കിയത്ത് ചെയ്തു കഴിഞ്ഞാൽ, അതിനെ സ്ഫുടം ചെയ്താൽ, അതിനെ ശുദ്ധീകരിച്ചാൽ, അല്ലാഹു പറഞ്ഞത് അഫ്ലഹ, ഏറ്റവും ഉന്നതമായ വിജയം അവൻ കൈവരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഫല്ലാഹ് എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ എന്നതിൻ്റെ അർത്ഥം. ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ് അഫ്ലഹ് എന്നുള്ളത്. അതായത് ഒരു കൃഷിക്കാരൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൻ കൃഷി ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി ഒരുപാട് അധ്വാനിച്ച് പകലന്തിയോളം പണിയെടുത്ത് ധാരാളം സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ച് ആ സസ്യങ്ങൾ വളരുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ വളർച്ചയ്ക്ക് വിഘാതമാകാവുന്ന രൂപത്തിലുള്ള ചെറിയ ചെറിയ കളകൾ അതിൻ്റെ പരിസരത്ത് ഇങ്ങനെ പടർന്നു പിടിക്കുമ്പോൾ അതിനെല്ലാം കൈകൊണ്ട് സൂക്ഷ്മമായി നുള്ളി എടുത്ത് കളയും. ഇങ്ങനെ സൂക്ഷ്മതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി സ്വന്തം കൃഷിയിടത്തെ പൂർവാധികം വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാണ് കർഷകർ ചെയ്യുന്നത്. അതേ പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? തസ്കിയത്ത് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതാണ്. തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ചിന്തകളും താല്പര്യങ്ങളും കളകൾ പോലെ വളർന്നുകൊണ്ടേയിരിക്കും എന്നാണ്. ഈ ഹാബിറ്റുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രപരമായിട്ടുള്ള പഠനങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു പ്രവൃത്തി ഒരാളുടെ ഹാബിറ്റ് അഥവാ പതിവായി മാറുന്നത് എന്നുള്ളൊരു പഠനമാണ്. ആദ്യം എന്താ പറയുക, ആദ്യം മനസ്സിലൊരു പ്രേരണ ഉണ്ടാവും. പ്രേരണ ഉണ്ടാകുമ്പോൾ തന്നെ വേണമെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെങ്കിൽ വേണ്ടാന്ന് വെക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. ഇനി ഒരാൾ വേണ്ടാന്ന് വെച്ചില്ല, അത് പ്രവർത്തിച്ചു എന്നിരിക്കട്ടെ, അതെന്ത് ചെയ്തു? ഒരു പ്രവൃത്തിയായിട്ട് മാറി. ആ പ്രവൃത്തി ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴും അവന് ചിലപ്പോൾ തോന്നും, പടച്ചവനെ വേണ്ടായിരുന്നു, തെറ്റായിരുന്നല്ലോ. അതോടുകൂടി ഇനി ഒരിക്കൽ കൂടി പ്രവർത്തിക്കാതിരിക്കാൻ വേണമെങ്കിൽ അവന് പരിശ്രമിക്കാം. എന്നാൽ എന്ത് ചെയ്തു? അവൻ ഒന്ന് ചെയ്തു,
ഒരു രസമായിട്ടൊക്കെ തോന്നി, വീണ്ടും ഒന്നുകൂടി ചെയ്തു, അപ്പോഴും വേണമെങ്കിൽ അവസാനിപ്പിക്കാം, എന്നിട്ടും തീരുമാനം എടുക്കുന്നില്ല. അത് തുടർന്നു കൊണ്ടേയിരുന്നു. ആവർത്തിക്കൽ എന്നുള്ള ഒരു പ്രവൃത്തി അവിടെ സംഭവിച്ചു. ആവർത്തനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അത് അവന്റെ പതിവായിട്ട് മാറുന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ഘട്ടങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഫുജൂർ എന്ന് പറയുമ്പോൾ ആ ഫുജൂർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവൻ എത്താൻ ഇത്രമാത്രം ടൈം എടുത്തു എന്നതിന്റെ അർത്ഥം. അപ്പൊ അതിനിടയിലാണ് തൗബയുടെയും ഇസ്തിഗ്ഫാറിന്റെയും സാധ്യത എന്ന് പറയുന്നത്. ആദ്യം ഇസ്തിഗ്ഫാർ ചെയ്തു നോക്കാം. നമുക്ക് ഇസ്തിഗ്ഫാർ അതെ പഠിച്ചവനെ അറിയാ ചെയ്തതാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. എന്നിട്ട് വീണ്ടും നമുക്കത് ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തൗബ ചെയ്യേണ്ടി വരും. എന്താ ഇസ്തിഗ്ഫാറും തൗബയും തമ്മിലുള്ള വ്യത്യാസം? ഇസ്തിഗ്ഫാർ എന്നുള്ളത്, ഇപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, രാവിലെ സ്ത്രീകൾ മുറ്റമടിക്കാറുണ്ട്. മുറ്റമടിക്കുന്ന സമയത്ത് മുറ്റമൊക്കെ എങ്ങനെ അടിച്ചടിച്ച് അവസാനം വരുമ്പോഴത്തേക്കും അവിടെ ചപ്പുചവറുകളൊക്കെ നീങ്ങി കിട്ടും. പക്ഷെ ചെറിയ ചെറിയ ചെടികൾ അപ്പോഴും മുറ്റത്തുണ്ടാവും. അപ്പൊ അത് നീക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? വെറുതെ ഇങ്ങനെ അടിച്ചു പോയാൽ, ചൂല് കൊണ്ട് അടിച്ചാൽ അത് മാറില്ല. നമ്മുടെ കൈകൾ കൊണ്ടത് പറിച്ചിട്ടിടണം അവിടെ. എന്നിട്ട് ചൂല് കൊണ്ട് അടിച്ചാൽ അതിനോടൊപ്പം പോയിക്കോളും. ഈ പറിച്ചിടൽ പരിപാടിയാണ് തൗബ എന്ന് പറയുന്ന പരിപാടി. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും എന്നറിയോ? നമ്മുടെ പ്രവർത്തനത്തെ നമ്മൾ നിരീക്ഷിക്കേണ്ടി വരും. ഇതെപ്പോഴാണ് എനിക്ക് പ്രേരണ ഉണ്ടാകുന്നത്? ഇതിന്റെ കാരണം എന്താണ്? എല്ലാം പഠിച്ചതിന് ശേഷം ഇനി ഈ സാഹചര്യത്തിലേക്ക് പോകാതെ ഞാൻ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞിട്ട് വളരെ ആസൂത്രിതമായൊരു നീക്കം നടത്തുമ്പോഴാണ് തൗബയായിട്ട് മാറുന്നത്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറമേ മുറ്റമടിക്കുന്ന പോലെ ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. ഇസ്തിഗ്ഫാർ ചെയ്തു, വീണ്ടും പ്രവൃത്തി ചെയ്തു, വീണ്ടും ഇസ്തിഗ്ഫാർ ചെയ്തു, വീണ്ടും പ്രവൃത്തി ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ ഭ്രാന്തനെ പറയാൻ പറ്റുള്ളൂ. ഇവന് വല്ല അസുഖം ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. ഇവൻ എന്തിനാ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വീണ്ടും ആ പ്രവൃത്തി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവൻ തൗബയെ ചെയ്യേണ്ടത്. തൗബ ചെയ്തിട്ടും അത് മാറുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ ശരിയായ രൂപത്തിൽ തൗബ ചെയ്തിട്ടില്ല എന്നതിന്റെ അർത്ഥം. അതാണ് തൗബ ഇസ്തിഗ്ഫാറൊക്കെ നമ്മൾ പ്രായോഗിക തലത്തിൽ പഠിക്കാൻ ശ്രമിച്ചാൽ ഇങ്ങനെയാണ് ഖുർആനും ഹദീസും നമുക്കത് വ്യക്തമാക്കി തരുന്നത്. അപ്പൊ ഈ രൂപത്തിലൊക്കെ തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ ചെയ്ത് ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നതിന് മുന്നേ തന്നെ അതിനെ തടയിടാനും നമ്മുടെ മനസ്സുകളെ തസ്കീത്ത് ചെയ്യാനുള്ള എല്ലാ അവസരവും നമുക്കുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ ഇതൊന്നും ചെയ്യുന്നില്ല. അവന്റെ മനസ്സിൽ പ്രേരണ ഉണ്ടായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല, പ്രവൃത്തി വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, അത് ആവർത്തിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, അത് അവന്റെ പതിവായതിനു ശേഷം അവൻ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, വഖദ് ഖാബ മൻ ദസ്സാ. അങ്ങനെ അവന്റെ മനസ്സിനെ അവൻ മലിനപ്പെടുത്തി കളഞ്ഞു. കാരണം ഈ ഒരു പ്രവൃത്തി പതിവാകണമെങ്കിൽ, ആവർത്തനങ്ങൾ സംഭവിച്ച് പതിവാകണമെങ്കിൽ എത്രമാത്രം തെറ്റായിട്ടുള്ള മോശമായ മലിനമായിട്ടുള്ള സംഗതികൾ അവന്റെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ടാകണം. കാരണം അവൻ മനസ്സിലൊന്ന് നിയത്ത് ചെയ്തപ്പോ ഒരു പ്രേരണ ഉണ്ടായില്ല, നല്ല പ്രേരണ ഉണ്ടായില്ല. അതുപോലെ തന്നെ അവന്റെ പ്രവൃത്തി ഉണ്ടായപ്പോൾ നല്ല പ്രേരണ ഉണ്ടായില്ല. ആവർത്തിച്ചപ്പോഴും നല്ല പ്രേരണ ഉണ്ടായിട്ടില്ല എങ്കിൽ എത്രമാത്രം മലിനമായിട്ടുണ്ടാവും അവന്റെ മനസ്സ്. അതല്ല പറയാ, ഓ ഖദ് ഖാബ മൻ ദസ്സാഹ. അവൻ ആ ഒരു മനസ്സിനെ കളങ്കപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ ദൗർഭാഗ്യവാനായി മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പ്രിയമുള്ള തഖ്വയിലേക്ക് നമ്മെ നയിക്കാൻ പര്യാപ്തമായതെല്ലാം റമദാനിലുണ്ട്. ഒന്ന്, അനുനിമിഷം നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്ന ചില സംഗതികളുണ്ട്. വെള്ളം കുടിച്ചാൽ കൊള്ളാം, നല്ല ദാഹം, ഭയങ്കര ചൂട്, ഇടയ്ക്കിടയ്ക്ക് വയറ് വിശക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തലാണ്. അപ്പോഴും നമ്മൾ ആരും എന്ത് ചെയ്യുന്നില്ല? ആ നോമ്പിനെ ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള പ്രവൃത്തിയിലേക്ക് മാറുന്നില്ല. നോമ്പിനെ നിലനിർത്താൻ വേണ്ടി അത് ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. റമദാൻ മാസവുമായി ബന്ധപ്പെട്ട എത്രയോ നല്ല നിർദ്ദേശങ്ങൾ കേട്ടിരിക്കുന്നു. തെറ്റായ വർത്തമാനങ്ങൾ പാടില്ല, തെറ്റായത് കേൾക്കാൻ പാടില്ല. റമദാൻ മാസം തുടങ്ങുന്നതോടുകൂടി ഇതൊക്കെ അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ ഉണ്ട് എന്നുള്ളതാണ്. ഓ, നോമ്പാണ് വേണ്ട, നോമ്പാണ് വേണ്ട, ആ ഒരു കാര്യം പറയാൻ പോകുമ്പോൾ വേണ്ട, റമദാനല്ലേ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ, ലോക മുസ്ലിമീങ്ങളെ കബൂൽ ചെയ്യുമാറാകട്ടെ. വലിയ പരിശ്രമത്തിലാണ് എല്ലാവരും. എന്താണ്, സാധാരണ ഒരു മാസം പോലെ ഞാൻ ഈ മാസത്തിൽ ജീവിക്കില്ല, ഈ മാസത്തിൽ ജീവിക്കാനുള്ള യോഗ്യതയിലേക്ക് പരമാവധി വരാനുള്ള വലിയ പരിശ്രമത്തിലാണ് അൽഹംദുലില്ലാഹ് മുസ്ലിം സമൂഹം ഉള്ളത്. അത് വല്ലാത്തൊരു പ്രതീക്ഷയാണ്, വലിയൊരു പ്രതീക്ഷയാണ്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ ഉയർന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാനുണ്ട്. ആ നിലയ്ക്കുള്ള തസ്കിയത്തിന് നിരന്തരം അനുനിമിഷം നാം ആ ഒരു തസ്കിയത്തിന് വിധേയമായിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക. നല്ലതാണ്. നമ്മുടെ മനസ്സിലുള്ള എല്ലാ മാലിന്യങ്ങളും പതുക്കെ ഇറങ്ങിപ്പോകാൻ, അത് ക്ലീൻ ചെയ്യാനുള്ള നല്ല പ്രവൃത്തികളാണ്. വിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം വളരെ സ്നേഹത്തോടു കൂടി വിനയത്തോടു കൂടി എന്ന് പറഞ്ഞോട്ടെ, വെറുതെ ഇങ്ങനെ വായിച്ചു പോകാതെ അള്ളാഹു നമ്മളോട് സംവദിക്കട്ടെ, നമ്മുടെ മനസ്സുകളോട് സംവദിക്കട്ടെ. അള്ളാഹുവിന്റെ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ. അവന്റെ കാരുണ്യവും അവന്റെ നമ്മളുമായിട്ടുള്ള അടുപ്പത്തെ
രൂപത്തെയൊക്കെ നമുക്കൊന്ന് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയട്ടെ. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ഓതുന്ന അത്രയും പാവം അതിൻ്റെ അർത്ഥവും കൂടി ഒന്ന് നോക്കിയിട്ട് അള്ളാഹു എന്നോട് എന്താ പറഞ്ഞതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി ഓതിപ്പോയി കഴിഞ്ഞാൽ വലിയ തസ്കിയത്തിന്, തഖ്വയുടെ തലങ്ങളിലേക്ക് ദ്രുതഗതിയിൽ സഞ്ചരിക്കാനുള്ള വലിയ മാനസിക ശേഷി ഇൻഷാ അല്ലാഹ് നമുക്കുണ്ടാകും. അത് ഈ റമദാൻ കൊണ്ട് തന്നെ ഒരുപാട് ഉയർത്തിക്കൊണ്ടുവരാൻ, തഖ്വയെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. നോമ്പിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും അറിയാതെ വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ലും കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു ദുആ വസിയത്തുണ്ട്. നമ്മുടെ ഒരു സഹോദരൻ്റെ ഒരു കുഞ്ഞിന് പൊടുന്നനെ ഒരു ബ്രെയിൻ ട്യൂമറുമായി ബന്ധപ്പെട്ട ഒരു സർജറി ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. എല്ലാവരും ആത്മാർത്ഥത്തിൽ ദുആ ചെയ്യുക. അപ്പോൾ നമ്മളൊരു കുഞ്ഞുങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രശ്നമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ഒരു ഡോക്ടറാണ്, ദീനീ രംഗത്തൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുഹൃത്തിൻ്റെ, സഹോദരൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ അസുഖങ്ങളെയും എത്രയും പെട്ടെന്ന് മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിൻ്റെ വെള്ളിയാഴ്ചയുടെ ബർക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും മാറ്റി പൂർണ്ണമായിട്ടും ഒരു വിജയമാക്കി ആ ഒരു സർജറിയെ മാറ്റുകയും പരിപൂർണ്ണ ശിഫ കൊടുത്ത് ആ കുഞ്ഞിനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ നാട്ടിലുള്ള, വീട്ടിലുള്ള, കുടുംബത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ മൂലം പ്രയാസപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിലേക്ക് വിധി പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുകയും നരകത്തിലേക്ക് പോകുന്ന ഹതഭാഗ്യവന്മാരിൽ നിന്നും അള്ളാഹു നമ്മെ എവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റമദാൻ കൊണ്ട് വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ എവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും നമ്മളെയും നാട്ടിലുള്ള, വീട്ടിലുള്ള, കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമുദായത്തെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മുസ്ലിമായി പോയതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശിഷ്യ ഫലസ്തീൻ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സമ്പൂർണ്ണമായ സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പരിഹാരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ട ഇസ്സത്തിനെ ഖുർആന്റെ ഹദീസിന്റെ തിരിച്ചറിവിന്റെ വഴിയിലൂടെ തിരിച്ചെടുക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.